ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതാ ഇവളൊരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റതാണ്. ഞാനും കുറച്ച് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു ഡേ ഇൻ ലൈഫ് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവയ്ക്ക് ഇന്ന് എന്തോ നല്ല ഉറക്കമാണ്. അപ്പോൾ ഇവളെ ഉറങ്ങിയിട്ടൊരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഉറങ്ങിയത്. അപ്പോൾ ഇപ്പോൾ സമയം കുറേ വൈകിയിട്ടുണ്ട്. 2 മണിയാവാറായി. അപ്പോൾ ഫുഡ് കഴിക്കണം, ഇവക്കും ഫുഡ് കൊടുക്കണം. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം കഴിക്കാമെന്ന് വിചാരിച്ചു ചോറ്. കാരണം എനിക്ക് നല്ല വിശപ്പുണ്ട്. അപ്പോൾ പിന്നെ ഓക്ക് കൊടുക്കണമെങ്കിൽ കുറച്ച് സമയം എന്തായാലും വേണം, വേഗം കഴിച്ചിട്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ വേഗം കഴിച്ചിട്ട് ഓക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കഞ്ഞിയാണ് എടുത്തത്. അപ്പോൾ എനിക്കിങ്ങനെ ചൂട് കഞ്ഞിയൊക്കെ കുടിക്കാനാണ് ഇപ്പോൾ ഭയങ്കര ഇഷ്ടം. പിന്നെ മുട്ടച്ചാറുമാണ് ഇന്നത്തെ ഫുഡ്. അപ്പോൾ ഇവളെ ഞാൻ താഴെ ആക്കിയതായിരുന്നു, പക്ഷെ താഴെ കേൾക്കുന്നില്ല. അതുകൊണ്ട് ടേബിളിൻ്റെ മുകളിൽ ഇരുന്നിട്ടുണ്ട്. ഫുഡ് കഴിക്കുവാണ്. അപ്പോൾ എൻ്റെ പ്ലേറ്റിൽ മുട്ട ഉള്ളതുകൊണ്ട് അവൾ മുട്ട കാണിച്ചിട്ട് ഇങ്ങനെ മുട്ടേനെ ചോദിക്കുവാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, ഇനിയിപ്പോൾ ഇനി എത്ര ദിവസമല്ലേ ഉള്ളൂ, ഒരു 3 ദിവസമേ ഉള്ളൂ അവളെ ബർത്ത്ഡേക്ക്. അപ്പം അത് കഴിഞ്ഞിട്ട് എന്തായാലും കൊടുക്കും. ഇപ്പോൾ കൊടുക്കാനൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നോൺ വെജ് മുട്ടയും കൊടുക്കുന്നില്ല, ഫിഷും ഒന്നും കൊടുക്കുന്നില്ല. ഇപ്പം അതാ ചോദിക്കുന്നുള്ളതാണ്. ഉണ്ട് കഴിയിട്ടില്ല. ഇതാണ് ക്ലിയർ എടുത്തതാ. അപ്പം എനിക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഇനി ഇവളുടെ ഫുഡ് റെഡിയാക്കണം. അപ്പം ഞാൻ ചോറ് എടുക്കുമ്പോൾ തന്നെ ഒരു പാത്രത്തിൽ ഇവക്കും ചോറ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അരച്ചിട്ട് കൊടുക്കണം. ഈ ഒരു ടിഫിനിൽ ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ചിന് കക്കരിക്ക ആഡ് ചെയ്യണം. മാറിപ്പോയി, മിക്സിൻ്റെ ജാറിൽ ആഡ് ചെയ്യേണ്ടത് ടിഫിനിലോട്ട് തന്നെ ആഡ് ചെയ്തു. അപ്പോൾ ഇത് രണ്ടും ഞാൻ മിക്സിയുടെ ജാറിലോട്ട് മാറ്റുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതാ മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതൊന്ന് കടഞ്ഞെടുക്കാം. ഇവളാണെങ്കിൽ ഇപ്പോൾ ചില സമയത്ത് താഴെ ഇറങ്ങുന്നതൊന്നുമില്ല, നമ്മളിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് തന്നെ വേണം. ഇപ്പം ഞാൻ ഇറക്കിയാൽ ഓളെന്തായാലും കരയും. ഇപ്പം ചിലപ്പോൾ ഈ മിക്സിൻ്റെ ഞാൻ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ആൾ കരയും. നോക്കാം കരയോ ഇല്ലയോ നോക്കാം. ഇത് ഈ ഒരു ടിഫിനിലോട്ട് തന്നെ ഞാൻ മാറ്റുന്നു. അപ്പൊ ഇത് ഇവൾ ഇടുമ്പോൾ നല്ല യൂസ്ഫുൾ ആണ്. പക്ഷെ ഇത് കൊണ്ടുപോകുമ്പോൾ തന്നെ കരയാറാണ്. പക്ഷെ ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ, എന്തായാലും വാങ്ങിയതല്ലേ. കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ ഇടാറുണ്ട്. നേരെ ഇരുന്നാൽ പെട്ടെന്ന് ഇടാനാവും, പക്ഷെ നേരെ ഇരിക്കില്ല. അതാണ് ഓക്കെ. കിയാര കരയുന്നു, ബാഡ് ഗേൾ. അപ്പോൾ ഇതാ ഫുഡ് ഇവിടെ ഉണ്ട്. വെള്ള സ്പൂണും ഉണ്ട്, ഗ്ലാസ്സിൽ വെള്ളവും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ മഴ ആയതുകൊണ്ട് കുറേ ദിവസമായി നമ്മൾ പുറത്തിരുന്നിട്ടല്ല ഫുഡ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ കുറേ വീഡിയോസിൽ ഇവർക്ക് ഫുഡ് കൊടുക്കുന്നത് എൻ്റെ മടിയിൽ ഇരുത്തിട്ടാണല്ലോ. ഇപ്പം അങ്ങനെ കൊടുക്കാറില്ല.
എന്ത് വെള്ളം വേണം? വെള്ളം വേണമെങ്കിൽ ഇപ്പോൾ എന്നെ ചോദിക്കാറുണ്ട് ഫുഡ് കൊടുക്കുമ്പോൾ. ഇപ്പല്ലേ കുടിച്ച വെള്ളം? ഒരു ഹായ് ആക്ക്, ഹായ് ആക്ക്. ഹായും ടാറ്റയും കുറച്ച് സെയിം ആണ് കേട്ടോ. ഹായ് ആക്കാൻ ഇപ്പോൾ ഒരു 2 days ആയതേ ഉള്ളൂ പഠിച്ചിട്ട്. പോണ്ട പോണ്ട. ഇവിടെ ലൈറ്റ് കുറച്ച് കുറവാണ്, മഴയൊക്കെ ആയതുകൊണ്ട് ഡോറും ഓപ്പൺ ഇല്ല. നമ്മൾ 2 പേര് മാത്രമായതുകൊണ്ട് ഡോറൊന്നും ഫുൾ ടൈം ക്ലോസ് ആയിരിക്കും. നമ്മൾ റൂമിൽ ഉള്ളിൽ തന്നെ ആയിരിക്കും. ജൂൺ ജൂലൈ മാസത്തിൽ, റോജാപ്പൂവിൻ മാസത്തിൽ. എങ്ങനെ ഡാൻസ്? അയ്യോ, ഇതിപ്പോൾ പുതിയതാണ്. ഈ പുറത്ത് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഓളെ ഫേസ് ഇങ്ങനെ തടവില്ലേ, ഇപ്പോൾ ഓളങ്ങനെ ഓളെന്നെ ആക്കലുണ്ട്. പക്ഷെ അത് അവൾ ഫുള്ള് തേക്കുന്നൊന്നും ഒക്കെ അറിയില്ല. എന്ത് തുപ്പിക്കൂടാ? ആ, തുപ്പുന്നല്ലേ. എന്ത്? ആ, പുറത്തുനിന്ന് പട്ടി ഒരുക്കുന്ന സൗണ്ട്. അരി ചക്കിയ, ചക്കി ബോബു, ചക്കി ബോബു. അപ്പോൾ അതാ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അതിട്ടത് കൊണ്ട് ഡ്രസ്സിനൊന്നും ആയിട്ടില്ല, വെള്ളമൊന്നും. എന്ത്? ആ കൃഷ്ണ തുളസീൻ്റെ കുപ്പി കയ്യിൽ കൊടുത്തതാണ്, അപ്പോൾ അതിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് സമയം താഴെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് താഴെ ആക്കിയതാണ്. ബൈക്കിടുന്ന ചിച്ചി. ഇങ്ങനെ കഷ്ടപ്പാട് കണ്ട ഇറങ്ങാൻ വേണ്ടിട്ട് താഴെ. നേരത്തെ ഫാത്തിമേൻ്റെ ഉമ്മ വെള്ളം കോരാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു ചക്ക വീണിട്ടുണ്ട്, അപ്പോൾ അത് കൊണ്ടുപോകണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ അതെടുത്ത് നമുക്കൊരു ചെറിയ കഷ്ണം തന്നാൽ മതി എന്ന് മുറിച്ചിട്ട്. അപ്പോൾ ഫാത്തിമ ഇപ്പം കൊണ്ടു തന്നതാണ്. അപ്പോൾ ഇവളിപ്പോൾ കുറച്ച് സമയം ഇവിടെ ഇങ്ങനെ കളിക്കുന്നുണ്ടല്ലോ, അപ്പം ഞാൻ എന്തായാലും പാത്രം കഴുകാമെന്ന് വിചാരിച്ചു.
ആര് വന്നേ നോക്ക്, ആര് വന്നേ? ഫാത്തിമ വന്നതാ. ചക്ക ഇങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ, നല്ല മണം. കുറച്ചും കൂടി ഒന്ന് പഴുക്കാനുണ്ട്, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ചക്കേനവിടെ ഒരു പാള മൂടിയിട്ട് വെച്ചു, അല്ലെങ്കിൽ വെറുതെ ഈച്ചയും ഉറുമ്പൊക്കെ കയറും. അപ്പോൾ ഇവള് ഫാത്തിമേൻ്റെ ഒന്നിച്ചുണ്ട്. ഫാത്തിമേനെ ഭയങ്കര ഇഷ്ടമൊക്കെ. കേറെ ഫാത്തിമ എടുത്തു, ഫാത്തിമയുടെ ഉണ്ട്. ഫാത്തിമക്കൊരു മോടുക്ക്, ഫാത്തിമക്കൊരു മോടുക്ക്. അപ്പൊ ഇന്നങ്ങനെ മഴയൊന്നുമില്ല, നല്ല വെയിലാണ്. ഇത്ര ദിവസം ഇങ്ങനെ പുറത്തിറങ്ങാൻ പോലും കഴിയുന്നുണ്ടായിട്ട മഴയിൽ.